ഈ കഴിഞ്ഞ കീം എക്സാമിന് മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ന് തന്റെ വിജയം ആഘോഷിച്ച ജൊഹാനാണ് നമ്മുടെ കൂടെ ഉള്ളത്. കീമിന് എത്രയായിരുന്നു മോനെ റാങ്ക്? 271. നല്ലൊരു റാങ്കാണ് മോൻ കരസ്ഥമാക്കിയിരിക്കുന്നത് അല്ലേ? സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് മോനെ. അതുപോലെ ജെഇ മെയിൻ ജെഇ അഡ്വാൻസ് എഴുതിയിട്ടില്ലേ? എങ്ങനെയായിരുന്നു ജെഇ അഡ്വാൻസിന്റെ ഒക്കെ? ജെഇ അഡ്വാൻസ് എനിക്ക് 21728 റാങ്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ലാത്ത റാങ്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പൊ നമ്മുടെ IIT NIT ഒക്കെ അലോട്ട്മെന്റ് വന്നല്ലോ. എവിടെയാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് മോന്? ഇപ്പൊ എനിക്ക് NIT ട്രിച്ചിയിൽ ട്രിപ്പിളിക്കാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. ട്രിപ്പിളി സെലക്ട് ചെയ്തതാണോ? അല്ല, ഞാൻ ECEക്കാണ് നോക്കിയത്. പിന്നെ ബെറ്റർ ഓപ്ഷൻ ട്രിപ്പിളി ആണെന്ന് തോന്നി. അപ്പം ബ്രില്യന്റിന്റെ റിപ്പീറ്റർ ബാച്ച് ആയിരുന്നോ അതോ റെസിഡൻഷ്യൽ ആയിരുന്നോ? റെസിഡൻഷ്യൽ. ഞാൻ കോഴിക്കോട് ദേവഗിരി സെന്ററിൽ പഠിച്ചത്. വീട് കോഴിക്കോടാണ് അല്ലേ? സോ നമ്മുടെ ഈ റെസിഡൻഷ്യൽ എന്ന് പറയുമ്പോൾ +1 +2ന്റെ കൂടെ തന്നെ ഒരു എൻട്രൻസ് കോച്ചിങ് അല്ലേ? അപ്പം ആ ഒരു ടൈമില് ബ്രില്യന്റിന്റെ ഈ ഒരു കോച്ചിങ് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് തോന്നി, ബോത്ത് എൻട്രൻസിനായാലും +1 +2നായാലും? തുടക്കത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു. സ്കൂളിൽ എക്സാമിൻ്റെ സമയത്ത് തന്നെയായിരുന്നു ബ്രില്യൻ്റ് എക്സാം. അപ്പോൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു. പിന്നീട് അച്ഛനും അമ്മയും തന്ന മോട്ടിവേഷൻ ആ സ്ട്രെസ് ഒന്ന് കുറച്ച് പിന്നെ എക്സാമിന് തയ്യാറെടുപ്പിന് മുന്നോട്ടേക്ക് പോകാൻ എനിക്ക് സാധിച്ചു. ബ്രില്യൻറ്റിൽ ഇപ്പം 2 വർഷം റെസിഡൻഷ്യൽ ബാച്ചിൽ കോച്ചിങ് ചെയ്തു. അപ്പം മോന് ബ്രില്യൻറ്റിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങളുടെ മാത്രമേ കുട്ടികളുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ വേറെ വ്യത്യസ്തമായിട്ടൊരു ഫീലിംഗ് ഒന്നും തോന്നിയിട്ടില്ല. അപ്പോൾ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് വെച്ചാൽ വേറെ ഒരു സ്ഥലത്തും ചെയ്യാത്ത പോലെ സാറുമാർ ഞങ്ങളോടായിട്ട് അടുത്തോണ്ട് പെരുമാറുന്നുണ്ട്. നല്ല ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഡൗട്ട് ക്ലിയറൻസിനും അതുപോലെ കോൺഫിഡൻസ് കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഒരുപാട് മോഡൽ എക്സാംസ് ഒക്കെ മെയിൻ എക്സാം എഴുതുന്നതിന് മുന്നേ ഒരുപാട് മോഡൽ എക്സാംസ് ബ്രില്യന്റ് നടത്തിയിട്ടുണ്ട്. അപ്പം അതൊക്കെ മോനെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? എനിക്ക് മോഡൽ എക്സാം നടത്തുമ്പോൾ വലിയ റാങ്ക് ഇല്ലായിരുന്നു. തുടക്കത്തിൽ വലിയ റാങ്ക് ഉണ്ടായിരുന്നു. പിന്നീട് എൻ്റെ ക്ലാസ് ടീച്ചർ 100-നുള്ളിൽ വരണം എന്ന രീതിയിൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ 100-നുള്ളിൽ എന്ന് വെച്ചാൽ എൻ്റെ ക്ലാസ്സിൽ നിന്ന് വളരെ കുറച്ച് പേരായിരുന്നു 100-100 വരാറുള്ളൂ. അപ്പോൾ ഒരു 200-നുള്ളിലെങ്കിലും എത്തിക്കാൻ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നീട് അതൊരു മോട്ടിവേഷനായിട്ട് മാറി വിജയത്തിലെത്തിക്കാൻ സാധിച്ചു. അപ്പം പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ ആ ഒരു കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നല്ലൊരു മോട്ടിവേഷനും കൂടി ഇപ്പോൾ ക്ലാസ് ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നാലും മെൻറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നാലും നല്ലൊരു മോട്ടിവേഷനും കൂടി കിട്ടി. അതും കൂടി ഈ ഒരു വിജയത്തിന് കാരണമായി അല്ലേ? ഇപ്പം നമ്മുടെ വിക്ടറി ഡേ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എന്താ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് മനസ്സിൽ? ഇപ്പം മനസ്സിൽ ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് ആണ്. ഈ ചെയ്യാൻ സാധിച്ചു. കാരണം ഇതൊന്നും ഞാൻ പെട്ടെന്ന് വന്ന സിറ്റുവേഷൻസ് ആണ്. ബ്രില്യൻറ്റിൽ ജോയിൻ ചെയ്യലൊക്കെ സ്ക്രീനിങ് ടെസ്റ്റിലൊക്കെ ഞാൻ അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടായിരുന്നു എക്സാം എഴുതാൻ വന്നത്. അപ്പോൾ കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു. പിന്നീട് ഇങ്ങനെ വന്നു, എന്നാൽ ഇതിൽ പോവാം എന്ന രീതിയിൽ വന്ന് അവസാനം ഇവിടെ എത്തി. പിന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പം നമ്മുടെ ബ്രില്യന്റിന്റെ ആ ഒരു കോച്ചിങ് അതായിരുന്നു നല്ലതായിരുന്നു, അല്ലെങ്കിൽ ഇത് തന്നെയാണ് ബെസ്റ്റ് എന്ന് തോന്നിയത് എന്ത് കാര്യത്തിലാണ്? എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇവിടെ JEE എക്സാം എഴുതുമ്പോൾ അതിൽ കുറേ കോമ്പറ്റീവ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഒരു കോച്ചിങ് ആ കുട്ടിക്ക് ആ ഇതിൽ ട്രാക്കിലേക്ക് പോകാനുള്ള ഒരു മെൻറ്റാലിറ്റി വരുന്നത് കോച്ചിങ്ങുമായിട്ട് ആയിരിക്കും. അപ്പം നമ്മുടെ ഈ ഒരു ബ്രില്യൻറ്റിൻ്റെ മൊത്തം സിസ്റ്റം, അതായത് നമ്മുടെ മൊത്തമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആയാലും ഇവിടെയുള്ള ഇപ്പോൾ കമ്പ്യൂട്ടർ ലാബ് അല്ലെങ്കിൽ നമ്മുടെ ലൈബ്രറി ഒക്കെ, ഇപ്പോൾ ലേണിംഗ് ആപ്പ്, ഇതൊക്കെ മോൻ്റെ ഈ ഒരു പ്രിപ്പറേഷന് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ലേണിംഗ് ആപ്പിൽ കുറേ എക്സാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ടോപ്പിക്കിൽ നിന്ന് എക്സാംസ് എഴുതാൻ പറ്റുമായിരുന്നു. അപ്പോൾ അത് വളരെ ഹെൽപ്പായിട്ടുണ്ട്. പിന്നെ ലൈബ്രറിയിൽ അവിടെ കുറേ ആവശ്യമുള്ള നല്ല ബുക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കിയെടുത്ത് അതിൽ വെച്ച് നന്നായി പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അതെ. അപ്പം മോൻ ഇപ്പം നല്ലൊരു വിജയം കൈവരിച്ചിരിക്കുകയാണ്. അപ്പം അതിൻ്റെ പിന്നിൽ എന്തായാലും പാരൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതായത് ഇപ്പം മോൻ ആ ഒരു പ്രിപ്പറേഷൻ്റെ സമയത്ത് ഒരുപാട് സങ്കടങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഭയങ്കര ഒരു പ്രഷറിലൂടെയൊക്കെ പോയിട്ടുണ്ടാവാം. അപ്പം അടുത്തറിയുന്നത് ഫാമിലിക്കാണല്ലോ. അപ്പം ആ ഒരു മൊത്തം ഈ ഒരു 2 വർഷത്തെ ആ ഒരു ജേണി എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് ചെയ്തിരുന്നത്? 2 വർഷത്തെ ജേണി ഒരു ഹാർഡ് തന്നെയായിരുന്നു. എന്നുവെച്ചാൽ ഒത്തിരി സ്ട്രെസ്സായിരുന്നു. പ്രത്യേകിച്ച് ആദ്യ കാലഘട്ടത്തിൽ ഭയങ്കര സ്ട്രെസ്സായിരുന്നു. JEE മെയിനിൽ നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ആ സ്ട്രെസ് ഒന്ന് കുറച്ച് കുറഞ്ഞത്. അപ്പോൾ ഓരോ പ്രാവശ്യം എക്സാം എഴുതുന്ന സമയത്തായാലും നമുക്കറിയാം വീട്ടിൽ വന്ന് കരച്ചിലായിരിക്കും, കിട്ടില്ലല്ലോ എന്ന്. പക്ഷെ ഓരോ നിമിഷവും നമ്മൾ കിട്ടും, മുന്നോട്ട് പോകും, ആ ഒരു പ്രത്യാശയിലാണ് നമ്മളിങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോയി വന്നിരുന്നത്. ഏതായാലും ഇവിടെ വരെ എത്താനായിട്ട് ദൈവത്തിൻ്റെ കൃപയാൽ സാധിച്ചു. അത് എല്ലാറ്റിനും
അതേപോലെ ഇപ്പം ബ്രില്യൻ്റ് തന്നെ ഇപ്പം വേറെയും കുറേ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പം സാർ എന്തുകൊണ്ട് മോന് വേണ്ടിയിട്ട് ബ്രില്യൻ്റ് തന്നെ ചൂസ് ചെയ്തു? ബ്രില്യൻ്റ് കേരളത്തിലെ നമ്പർ 1 സ്ഥാപനം തന്നെ, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഞങ്ങളുടെ വീട് കോളേജിന് അടുത്ത് തന്നെയാണ്, അപ്പം സ്കൂളിൻ്റെ അടുത്താണ്. അതും പിന്നെ അവിടെ തന്നെ നല്ല സ്കൂൾ തന്നെയാണ്. അപ്പോൾ ദേവഗിരി സ്കൂൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്കൂളാണ്. അപ്പോൾ അവിടെ അഡ്മിഷൻ ഉണ്ട്, ഇവിടെ ഇതിലും പഠിക്കാം. അപ്പോൾ ഒരുമിച്ച് കൊണ്ടുപോകാം. ഒരു റിപ്പീറ്റഡ് ബാച്ചിലേക്ക് പോകണ്ടെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതും അവൻ്റെ ഇഷ്ടം അങ്ങനെ തന്നെയായിരുന്നു. അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു പേസ് കിട്ടി എന്നുള്ള രീതിയിൽ ആയല്ലേ. അപ്പം വളരെയധികം സന്തോഷമുണ്ട് മകൻ ഇങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് നേടി ഫാമിലിയുടെ കൂടെ ഇങ്ങനെ ഒരു വിക്ടറി ഡേയിൽ പങ്കെടുക്കുവാനും അങ്ങനെ പാരൻസിനെ ഒരു പ്രൗഡ് മൊമെൻറ്റിൽ എത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും മോൻ്റെ ഭാവിയിലേക്ക് എല്ലാ ആശംസകളും നേരുന്നു മോനെ. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.